അപ്പോൾ ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിമേവർ. മൈൻക്രാഫ്റ്റ് സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെതറിലോട്ട് പോകാൻ പോകുന്നു. അത് തന്നെ നെതർ. എനിക്കറിയാം നല്ല ഡേഞ്ചറാണ്, ബട്ട് നമ്മളിപ്പം ഡയമണ്ട് ആർമറായി കുറച്ച് സേഫാണ് നമ്മൾ. അപ്പോൾ ഇന്നലെ എനിക്ക് ഉറങ്ങേണ്ടിയാണ്. നമ്മൾ ഇന്നലെ ആ സ്റ്റോറേജ് ഏരിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. ദേ കണ്ട വലിയൊരു സ്റ്റോറേജ് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്തു. അപ്പം ഇനിയും കുറച്ചുകൂടെ വേണമെന്ന് തോന്നി. ഉണ്ടോ ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ പറ്റില്ല ഈ പിക്കാക്സ് വെച്ച്. അപ്പോൾ ഫസ്റ്റ് പിക്കാക്സാണ്, ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നില്ല. അപ്പം ഞാൻ പോയി കുറച്ച് ഡയമണ്ട് കളക്ട് ചെയ്ത് പിക്കാക്സും സെറ്റ് ചെയ്ത് ഒരു 2 ഒബ്സിഡിയനോടാണ് എൻ്റെ 8 എണ്ണമുള്ളത്. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഒബ്സിഡിയൻ കൊണ്ടുവന്നിട്ടുണ്ട്. 5 ഡയമണ്ടായി. ബാക്കി 3 ഡയമണ്ട് കൂടെ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു പിക്കാക്സ് ഉണ്ടാക്കി. അത് വെച്ചാണ് ഈ ഒബ്സിഡിയൻ മൈൻ ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. അത് വഴിയായിട്ട് ചെറിയ പനിയുണ്ട്, അത് ഇതുവരെ മാറിയില്ല. 5 ഡയമണ്ട് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാക്കണം. അത് വേണ്ട. ഇപ്പോൾ കാശുള്ള ടൂൾസൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എനിക്ക് ഈ ആർമർ ഒന്ന് എൻജോയ് ചെയ്യണം. ഫുള്ളൊന്ന് പ്രൊട്ടക്ഷൻ വണ്ണ് ആക്കി വെച്ചേക്കാം. കുറച്ച് നമുക്കിപ്പോൾ ഈ നെതർ പോർട്ടിൽ ഇവിടെയായിട്ട് വെക്കാമെന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഇവിടെ ഒരു കേവിനൊക്കെ പോലെ സെറ്റ് ചെയ്യാം. അപ്പം ടെമ്പററി ബ്ലോക്ക് എത്രയും നമുക്കൊരു പോർട്ടൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള 10 ഒബ്സിഡിയൻ ആയിരുന്നു. ഞാൻ 10 കൊണ്ടുവന്നായിരുന്നു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 ഒബ്സിഡിയൻ. അപ്പോൾ കഴിച്ച് ഞാൻ നെതർ പോർട്ടിലും കംപ്ലീറ്റ് ചെയ്തേക്കാം. രണ്ടാമത്തെ ഇവിടെ ബാക്കി 1 2 ടെമ്പററി ബ്ലോക്ക് സെറ്റ് അല്ലേ. അയ്യോ മാറിപ്പോയി ഒരെണ്ണം കൂടെ ആണ്. അത് പൊട്ടിച്ചേക്കാം. ഇപ്പോൾ തുറന്ന് നോക്കണം. അയ്യോ മാറിപ്പോയി. കുഴപ്പമില്ല. ഇത് വെച്ച് ഇതൊക്കെ പൊട്ടിച്ചളഞ്ഞേക്കാം. ഫ്ലിൻറ്റ് എൻ്റെ കയ്യിലുണ്ടോ? ഫ്ലിൻറ്റിൻ്റെ ഒരെണ്ണം ഉണ്ടാക്കിയേക്കാം. അപ്പം ലൈറ്റ് ചെയ്തു. അപ്പോൾ ആ നെതർ പോർട്ടിൽ നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സൈഡ് ഫുള്ള് ഒന്ന് കവർ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഒരു മലയുടെ അടക്കിയിരിക്കുന്നതാണ് കായിപ്പോയി ചെറുത്. അപ്പോൾ ഗൈസ്, ഇവിടെ 2 ഷെയറും ഉണ്ട് കേട്ടെ. ഒരു മിനിറ്റ് ഗൈസ്, ഞാനൊരു ഷെയർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇവിടെ കൊണ്ട് വെച്ചേക്കാം. അത് നമ്മൾ അകത്തോട്ട് കയറുന്ന നെതറിനകത്തോട്ട് എവിടെ സ്പോൺ ആവുമെന്ന് എനിക്കൊരു പിടിയില്ല. നല്ലയുടെ മുന്നിൽ ആയാൽ മതി. വഴി നീട്ടി കുഴപ്പമില്ല ഗൈസ്, സേഫാണ്. സേഫല്ല. അയ്യോ ചാടി എന്ത് അയ്യോ എൻ്റെ പോർട്ടൽ പോകല്ലേ. ഒറ്റ ബ്ലോക്കിൽ നിന്നാണ് വരുന്നത്. കുഴപ്പമില്ല. നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പിഗ്ലിങ് ഉണ്ട്. സോംബി പിഗ്ലിങ് അല്ല, അല്ലാത്ത പിഗ്ലിങ്സ് ഉണ്ട്. ഇവന്മാരെ ഭയങ്കര വിഷയമാണ്. ഇവന്മാർ ഒറ്റയടിക്ക് ഞാൻ തീരും. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് പോർട്ടലിലോട്ട് കയറിയിട്ട് ഒരു ഗോൾഡിന് ഏതെങ്കിലും ഒരു ആർമർ ഇട്ടിട്ട് വരാം. നമ്മൾ ആ ഒരു ഗോൾഡ് വെച്ചിട്ടുണ്ടാക്കിയ ഹെൽമെറ്റോ ബൂട്ട്സോ എല്ലാം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അവന്മാർ നമ്മളൊന്നും ചെയ്യില്ല. അതുകൊണ്ട് അവന്മാർ ഭയങ്കര വിഷയമാണ്. അവന്മാർ ഒറ്റ കിട്ടി തന്നെ നമുക്കൊരു 3-4 ഹാർട്ട് പോവും. അതുകൊണ്ട് ഞാനൊരു ബൂട്ടോ ഹെൽമെറ്റോ എല്ലാം ഉണ്ടാക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാ ബൂട്ട്? തൽക്കാലം ബൂട്ട് മതി. ഇരിക്കട്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാകാം. ഇല്ല. അപ്പോൾ ഗൈസ്, ഞാൻ പൊട്ടില്ലാത്തോട്ട് കയറി. നമുക്ക് ആ ലാവേ നടക്കണം. വെച്ചാൽ നമുക്ക് എപ്പോഴും ഈ പോർട്ടൽ തന്നെ ആയിരിക്കും ഇനി മെയിൻ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലാവ ഒന്ന് അടയ്ക്കണം. ഇതിടണം. അതുകൊണ്ട് ആ പിഗ്ലിങ്സ് ഇപ്പോൾ നമ്മളൊന്നും ചെയ്യില്ല. അമ്മമാർ നമുക്ക് കീഴെ ചെന്ന് നിന്നാലും അവരൊന്നും ചെയ്യില്ല. അതാണ് ഇപ്പം നമ്മുടെ സ്വന്തം പിള്ളേരാണ്. ഒന്ന് വിളിച്ചാൽ മതി, പറഞ്ഞു വരും. ഈ ഗസ്റ്റ് എനിക്ക് ഇമാരെ കണ്ടുകൂടാ. ഓടിക്കോ ഗസ്. ഈ ഗസ്റ്റ് ഭയങ്കര വിഷയമാണ്. ഇവന്മാരെ പിന്നെ സഹിക്കും. ഗസ്റ്റിന് ഒരു ബോയ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മതി. നല്ലൊരു എൻജോയ്മെൻറ്റ് ബോ ഉണ്ടെങ്കിൽ ഇവന്മാരെ പിന്നെയും സഹിക്കും. പക്ഷേ ഈ പിഗ്ലിങ്സ് അങ്ങനെയല്ല. അവന്മാർ മറ്റേ കൂട്ടത്തോടെ വന്ന് അറിഞ്ഞു കളയും. നമുക്കിതിരി കയറും. എളുപ്പം കയറും. ആ ഗസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തീർന്നു. ഗസ്റ്റ് ദൈവടാനിലാവാ. ഒരു ബ്ലോക്കിൽ നിന്ന് ഈ ഒരു ബ്ലോക്കാണ് അവിടെ അത്ര എൻ്റെ നെറുപ്പോളിൽ തകർത്ത് വെച്ചേക്കുന്നത്. അത് കണ്ടത് താഴെ. അയ്യോ ഇതുവഴി ഗസ്റ്റ് പോയില്ലെങ്കിൽ അകത്തേലും കയറിയിരിക്കാം. ഉമ്മാരുടെ കൈ കൊണ്ട് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഒരു എൻചാൻറ്റ് വേണ്ടി കിട്ടും. ഉമ്മാർ മറ്റേ ഫയർ ചെയ്യുന്നവരെ ഫയർ ബോൾ തിരിച്ച് മറ്റേ സോഡ് വല്ലതും വെച്ച് അടിച്ചാൽ മതി. അപ്പോൾ ഒരു എൻചാൻറ്റ് വേണ്ടി കിട്ടും. അത് നമുക്ക് നോക്കണം. എപ്പോഴേലുമൊക്കെ കിട്ടുമായിരിക്കും. എവിടെ ഓക്കെ
അപ്പോൾ ഗൈസ് ഒരു മിനിറ്റ് മേൽ കയറി സേഫാണ്. ഗസ്റ്റൊന്നും ഇല്ലല്ലേ? ഇല്ല ഗസ്റ്റൊന്നും ഇല്ല. അപ്പോൾ ഗാസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തിരിച്ച് കയറാം. ഇത് എന്തായാലും ഈ ലാവ് ബ്ലോക്കാണ്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അതിനകത്ത് വന്ന് വീഴും, ചാവുകയും ചെയ്യും. വെക്കാൻ പറ്റില്ല. ഒരു ബ്ലോക്ക് കൂടെ. ലാവ് എങ്ങനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഏതാ? അയ്യോ, ലാവ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ടൊന്ന് പോകണമെങ്കിൽ നല്ല പാടായിരിക്കും. അപ്പുറത്തെ സൈഡ് സോൾ സാൻഡ് വാലി ഞാൻ തോന്നുന്നു. കുറേ അങ്ങോട്ട് പോയില്ല. മുമ്പ് വന്നപ്പോൾ ആ സൈഡിൽ നിന്ന് ഫുള്ള് സോൾ സാൻഡ് ആയിരുന്നു. ഒന്നേ അത് ബസ്സായിട്ടല്ലല്ലോ ഇത്, സോൾ സാൻഡ് തന്നെ. എന്താ മറ്റേ സ്കെലട്ടണൊക്കെ നിൽപ്പുണ്ട്. പിന്നെ അവിടെ ഫുള്ള് ബസ്സായിട്ട് കണ്ടതുപോലെ താഴെ ഞാൻ ഒരു ഗാസിനെ കണ്ടതുപോലെ ഞാൻ പോയി തോന്നുന്നു. ഡിസ്ഫോണായി, കുഴപ്പമില്ല. നമുക്ക് അവിടെ ഫുള്ള് ഒരു ബസ്സായിട്ട് സോൾ സാൻഡ് വലിയ മിക്സ് ആയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ബീസണോ? ബീസൺ ഏതാ? അപ്പോൾ കേസ് നമുക്ക് അവിടെ നിന്ന് റൈഡ് ചെയ്യണം. പക്ഷെ അത് നല്ല പാടാണ്. അപ്പം ഞാൻ ഒരു ബോയ് സാധനം ആദ്യം പിടിച്ച് ചാടി ഡയമണ്ട് ആറുണ്ടോ? ഞാൻ എന്തിനു പേടിക്കുന്നത്? ബൂട്ട് വിട്ട് ഞാൻ ചാവുന്നില്ല. ചാവത്തില്ലെന്ന് വിളിച്ച് പോക്ക് ചാപ്സ്. എവിടെ എൻ്റെ ഫുഡ് ഏതാ? നൈസ്. ഇവിടെ നിന്നൊന്നുമില്ല. ഇല്ല, ബാസാണ് നമുക്ക് അടിക്കണം. അതിൻ്റെ അകത്ത് കുറേ അമ്മമാരുണ്ട് ക്രോസ് ബോയും വെച്ച്. അപ്പം ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരെ ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ബോ വേണം. ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ഈ സ്കോട്ട്സ് ഫുള്ള് എടുക്കാം. കുറച്ച് എക്സ്പിയും കിട്ടും. നമുക്ക് ഈ സാധനം എല്ലാം ഫുള്ള് ഒന്ന് പ്രൊട്ടക്ഷൻ വന്നാക്കാം. നമ്മുടെ ഈ ആർമർ ഫുള്ള് എവിടെ വയോ ഇല്ല സ്റ്റോൺ. ഓക്കെ, കുറച്ചും കയ്യിരിക്കട്ടെ. ഇതേണ്ടിരിക്കുന്ന ഒരു പിഗ്ലിങ്. എൻ്റെ കയ്യിൽ ഗോൾഡൊന്നും ഇല്ല. ആകെ ഞാൻ ആ ബൂട്ട് ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കിയല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. എൻ്റെ ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഗസ് പോയില്ല. അയ്യോ, പിക്കാക്സ് ആയിരുന്നു കയ്യിൽ. ഇല്ലെങ്കിൽ നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടുമായിരുന്നു. ഗ്രീൻ അച്ചീവ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആർമർ കൊണ്ട് കളയാൻ എനിക്ക് വയ്യ. എനിക്ക് ലാഭൊന്നും ബ്ലോക്ക് ചെയ്യണമല്ലോ. ഒരു ബ്ലോക്ക് വെച്ചാൽ മതി. ഓക്കെ, ഓക്കെ. നമുക്ക് ആ ഒരു ബാസൺ റെയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ആർമർ ട്രിം കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ഇത് ചാൻസ് കുറവാണ്. നമുക്ക് നെതർ നെതറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് ഇൻഗൻ്റായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഡെർബി കിട്ടാനും സാധ്യതയുണ്ട്. ഏഷ്യൻ ഡെർബീസ് എന്നൊക്കെ സെറ്റ് ചെയ്യും. നെതറേറ്റ് ആർമർക്ക് ആക്കുന്നതാണ് ഒരു ആദ്യം ഇവിടെ ഫുള്ളും സേഫ് ചെയ്യട്ടെ. അവിടെ സ്കെൽട്ടൻ്റെ മറ്റേ ബോൺ ബ്ലോക്ക് ഇരിപ്പുണ്ട്. ആ സാധനത്തിന് നടുക്കങ്ങാണ്ടാണ് ഈ ഹാപ്പി ഗസ്റ്റ് കിട്ടുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഈ പിഗ്ലിങ്സുമായിട്ട് ട്രേഡ് ചെയ്യണം ഗോൾഡ്. പക്ഷേ അതിന് കുറേ അധികം ഗോൾഡ് വേണം. എൻ്റെ കയ്യിൽ മാത്രമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബോൺ ബ്ലോക്കുള്ള സൈഡിലോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കട്ടെ. സോൾ സാൻഡ് നമുക്ക് ആവശ്യം വരും. 1 2 ഓക്കെ. അതിൽ ഇറങ്ങാൻ പറ്റുമോ? അവിടെ ഉണ്ടോ ഹാപ്പി ഗസ്റ്റും പോട്ട് ഡ്രൈഡ് ഗസ്റ്റ്. അതിനെ കൊണ്ട് വളർത്തി വെച്ചാലാണ് ഹാപ്പി ഗസ്റ്റാണ്. ഇവിടെ ഉണ്ടോ? ഇല്ല. താഴോട്ട് കുറേ ഉണ്ട് കേട്ടോ. നമുക്കൊരു ബോൺ ബ്ലോക്കിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അതോട്ട് ഗസ്റ്റ് പേര് കൊന്നു ചാലി അകത്തോട്ട് കയറിക്കൂ. ഞാൻ എൻ്റെ ബോയൻ സെറ്റ് ചെയ്തോട്ടെ. ഇവനെയൊക്കെ ഞാൻ പറപ്പിക്കുന്നുണ്ട് ഞാൻ. അയ്യോ, പോയെന്ന് കാണും. പോയെന്നാണ് തോന്നുന്നത്. തീവ്രകൃത്ത് ഇല്ല, അതിൽ തന്നെ ഞാൻ പോയി കയറും. നമുക്ക് വെളിയിലോട്ടൊന്ന് ഇറങ്ങണമല്ല. ഇതൊരു നോക്കാം. ഇതൊരു കുറച്ച് മൈൻഡ് ചെയ്ത് നോക്കി ഞാൻ വെളി ഇറങ്ങാൻ പറ്റും. ഓക്കെ, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതോ ആ ഒരു എൻചാൻറ്റ്മെൻറ്റ് കിട്ടുമോ? ഇവിടെ നിന്ന് ഫയർ ചെയ്യുമോ? അങ്ങോട്ട് ചെയ്യുമായിരുന്നു. ഫയർ ചെയ്യാത്തത് നമ്മളുടെ ബ്ലോക്ക് ഉണ്ടല്ലോ. ഇവിടെ ഇരുത്താൻ ഇവിടെ വേണം. എന്തോ വയ്ക്കുന്നു. ഇവിടെ വേണം. ഡിസ്പോണായി എന്നാണ് തോന്നുന്നത്. ഡിസ്പോണായി. നമുക്ക് സോൾ സാൻഡ് കുറച്ച് വേണം. അവിടെ നിന്ന് ഫുള്ള് കവർ ചെയ്തേക്കാം. സോൾ സാൻഡ് കുറച്ച് വേണം.
നമുക്കൊരു വാട്ടർ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫാം ഉണ്ടാക്കുവാണെങ്കിൽ വാട്ടർ എലിവേറ്റർ സെറ്റ് ചെയ്യാൻ ഈ സോഴ്സിൻ്റെ ആവശ്യം വരും. കിട്ടിപ്പോയി തിരിച്ച് വീട്ടിലോട്ട് തിരിച്ചോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ നെതർ നോക്കുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെതർ വന്നിട്ട് ആ ബേസിൻ്റെ അകത്തോട്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. ബാസ്റ്റൺ ബീസൺ രണ്ട് മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ കറക്റ്റ് ബാസ്റ്റൺ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ബാസ്റ്റൺ അതായത് റൈഡ് ചെയ്യുന്നതാണ് ഏത്. നമുക്ക് തിരിച്ചു പോവാം. ഇവനേത്? ഇവൻ്റെ ബേസിലുള്ളതല്ല. നീതാ ഷാർപ്നെസ് വേണം ചുമ്മാ അതാ. ഡ്രോപ്പ് ചെയ്തില്ല. ഓക്കെ ഞാൻ അപ്പോൾ ഈ സാധനമല്ലേ ഒന്ന് എൻജോയ് ചെയ്യണം അല്ലേ? നമ്മൾ ആർമർ ഫുൾ നമുക്ക് എൻജോയ് ചെയ്യണം. ഒരു ബൂട്ട് അങ്ങോട്ട് വെക്കുക. ചുമ്മാ പ്രൊട്ടക്ഷൻ വേണം ആഡ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് അല്ലാതെ ഇത് ഞാൻ ബുക്ക് ഷെൽഫൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് അതിന് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് XP ഫാം വേണം. ഞാൻ ഇതുവരെ ഒരു സ്പോൺസർ കണ്ടുപിടിച്ചിട്ടില്ല. ഇവിടെയുള്ള കേവെല്ലാം ഒന്ന് പോയി നോക്കണം. ലാപ്പിസ് ഒന്നും എടുത്ത് ചുമ്മാ പ്രൊട്ടക്ഷൻ വേണം എന്തായാലും ആഡ് ചെയ്ത് വെച്ചേക്കാം. ചുമ്മാ പ്രൊജക്റ്റ് പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, പ്രൊജക്റ്റിൽ പ്രൊട്ടക്ഷൻ അഫിനിറ്റി അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പ്രൊട്ടക്ഷൻ വേണം ഇരിക്കട്ടെ. പ്രൊട്ടക്ഷൻ ഓക്കെ, അതും പ്രൊട്ടക്ഷൻ ആക്കിയിട്ടുണ്ട്. പാൻറ് ഓക്കെ, ലെഗിൻസ് അതുകൂടെ പ്രൊട്ടക്ഷൻ വേണം ഓക്കെ, അതുകൂടെ ആക്കിയിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, അപ്പം എല്ലാം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ വേണം. ഓക്കെ, അപ്പോൾ എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം നമ്മൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.